ശ്രീ യുവരാജ് ഗോകുൽ ഈ പറഞ്ഞതുപോലെ ജവാദ് പറഞ്ഞതുപോലെ കോൺഗ്രസ് ഈ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചു എന്ന കാര്യം അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതോ അവിടെ ഒരു അബദ്ധം പറ്റിയതാണോ? ഇല്ല, 1996 ഒരുപക്ഷെ അവസാനമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള വേദിയിൽ വന്ദേ മാതരം എന്ന് പറയുന്ന അതിമഹത്തായിട്ടുള്ള ആ ഗാനം പരിപൂർണമായിട്ടും ആലപിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം 1937 മുതൽ അവരെൻ്റെ 2 സ്റ്റാൻസ മാത്രമേ പാടുന്നുള്ളൂ. എന്തായിരുന്നാലും ശരി തന്നെയാണ്, 90 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വന്തം ആസ്ഥാനത്ത് അവർ ഭാരതീയമായിട്ടുള്ള ഒരു ആത്മാഭിമാനത്തിനെ വീണ്ടെടുത്തു നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിലെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അഭിനന്ദനങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. 9 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ട് നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ ഭയമില്ലാതെ വന്ദേ മാതരം പരിപൂർണമായിട്ട് AICC ആസ്ഥാനത്ത് പാടാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുകയാണ്. പിന്നെ ശ്രീ ജവാദ് ഇവിടെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് മറുപടി പറഞ്ഞു തുടങ്ങുന്നത് പറയുന്നത് ബോധപൂർവം തന്നെയാണ് എന്നാണ് അല്ലേ? മഞ്ജുഷ, ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന വാർത്തകൾ, വിവാദങ്ങൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ പോലും എത്ര തവണ നമ്മൾ ഈ പറയുന്ന രാത്രി ചർച്ചകളിൽ എടുത്തു എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് അവർ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്കൊന്നും അല്ലല്ലോ വന്ദേ മാതരം പാടാൻ വേണ്ടിയിട്ട് അവരെ ഏൽപ്പിക്കുന്നത്. സേവാദളിൻ്റെ പ്രവർത്തകരാണ് വരികയും പാടുകയും ചെയ്യുന്നത്. അപ്പോൾ ആ സേവാദളിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും തോന്നില്ല, അവർക്കും ഉണ്ടാകില്ല ഒരു ആത്മാഭിമാനം, അവർക്കും തോന്നില്ല ഞങ്ങൾക്കും ഒരു തവണ ഇതിവിടെ പാടണമെന്നുള്ളതിനെ കുറിച്ചിട്ട്. സ്വാഭാവികമായിട്ടും അവർ പാടി. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കളോ കോൺഗ്രസ് എന്നോ ആ രാഷ്ട്രീയ പാർട്ടിയെ ഏതോ ഒരു കുടുംബത്തിൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയിട്ട് കാലം കുറേ ആയിന്നേ. അതുകൊണ്ട് ആ കുടുംബത്തിന് താല്പര്യമുണ്ടോ താല്പര്യം ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് അത് പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കോൺഗ്രസ് ഇന്ന് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ ഭരണത്തിലുണ്ട്? 4 സംസ്ഥാനങ്ങളിലാണ് ഭരണത്തിലിരിക്കുന്നത്. അതിനകത്ത് കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി ഭരിക്കുന്നത് കൊണ്ട് മുസ്ലിം ലീഗിനെ ഭയന്നുകൊണ്ട് മാത്രം ഇവിടെ മാത്രം പാടിയിട്ടില്ല. കർണാടകയിൽ പാടിയില്ലേ, ഹിമാചൽ പ്രദേശിൽ പാടിയില്ലേ, തെലങ്കാനയിൽ പാടിയില്ലേ? ഇവിടെ എല്ലാം പാടുന്ന സാഹചര്യം ഉണ്ടായി. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ ഇന്നും ദേശീയതയുടെ DNA ഉണ്ടെന്നേ. അതുകൊണ്ട് അവർക്ക് പാടണമെന്ന് തോന്നി അവർ പാടി. കേരളത്തിലേക്ക് വരുമ്പോൾ അവർ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അവർക്ക് ഇവിടെ പാടാൻ വേണ്ടിയിട്ട് ധൈര്യമില്ല. അത് ഇതേ പാറ്റേൺ തന്നെയാണ് അവിടെയും പിന്തുടർന്നിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, സേവാദളിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ സധൈര്യം പാടി. ഏതെങ്കിലും ഇറ്റാലിക്കാരുടെ തിട്ടൂരത്തിന് വഴങ്ങി പാടാതിരിക്കേണ്ടെന്ന സാഹചര്യം ഉണ്ടെന്ന് അവർക്ക് തോന്നിയില്ല. നോക്കൂ, അവിടെ സോണിയാഗാന്ധി എത്ര വലിയ റിബല്യൻ ഉണ്ടാക്കാൻ നോക്കി. അവരങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, നിർത്താൻ പറയുന്നു, ഇല്ലേ? അവർ പലതും ശ്രമിക്കുന്നുണ്ട് അവിടെ. എന്നിട്ട് അവരെ നിർത്തിയോ? അവർ നിർത്തിയില്ല. അവർ സധൈര്യം പാടി. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, മുഴുവൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും ഞാൻ ഈ ഘട്ടത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം 9 പതിറ്റാണ്ടിന് ശേഷം നിങ്ങൾ പാടാൻ തയ്യാറായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാടാൻ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലൊരു സർക്കാർ അധികാരത്തിൽ വരേണ്ടി വന്നു എന്നുള്ളതാണ്. അവിടെ ജവാദ് പറഞ്ഞ കാര്യം BJPയുടെ അജണ്ടയിൽ കോൺഗ്രസ് കൊത്തി എന്നുള്ളതാണ് കേട്ടോ. കാരണം ഇത് വന്ദേ മാതരം 1937 മുതൽ തന്നെ 2 ചരണം മതി എന്നുള്ള കാര്യം തീരുമാനിച്ചതാണ്. 1950 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അങ്ങനെ ഒരു തീരുമാനം ഔദ്യോഗികമായിട്ട് എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ BJP അത് വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് വരികയും ദേശീയഗാനത്തിന് തുല്യമായ പദവി നൽകിക്കൊണ്ട് നിയമനിർമ്മാണം കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ ഇത് കോൺഗ്രസ് ആ അജണ്ടയിൽ വീണുപോയി എന്നുള്ളതാണ് ജവാദിന്റെ അജണ്ടയിൽ വീണത്. 1937 അജണ്ടയിൽ വീണത്. ആ അജണ്ട എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ അജണ്ടയിലാണ് അതിനകത്തേക്ക് വീണിരിക്കുന്നത്. അല്ലാണ്ട് BJPയുടെ അജണ്ടയിലല്ല കോൺഗ്രസ് വീണത്. കോൺഗ്രസ് എന്നോ വീണ് കഴിഞ്ഞതാണ്. 1937 അവർ ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ അജണ്ടയിൽ അവർ വീണു. അങ്ങനെ വീണിട്ടാണ് അവർ ഈ പറയുന്ന വന്ദേ മാതരത്തിന് അറ്റം വെട്ടി മാത്രം പാടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. എങ്കിൽ മാത്രമേ വന്ദേ മാതരത്തിന് ഹലാൽ സ്റ്റാറ്റസ് കിട്ടുള്ളൂ, അനുവദനീയമാവുകയുള്ളൂ. ഹലാൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അനുവദനീയമാവുകയുള്ളൂ. അങ്ങനെ വന്ദേ മാതരത്തിനെ ഹലാലാക്കി പാടിയാണ് 1937 മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്യുന്നത്. 1937 അവർ ഈ പറയുന്ന ആരുടെയെങ്കിലും അജണ്ടയിലേക്ക് വീണു പോകുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടാകുന്നത്. പിന്നെ ശ്രീ ജവാദ് പറഞ്ഞൊരു ഹിന്ദു ദേവതകളെ മാത്രമാണ് ഞാനൊരു കാര്യം മഞ്ജുഷ ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഒന്നാമത്തെ കേസ് അദ്ദേഹം പറഞ്ഞ ആനന്ദമഠം എന്ന് പറയുന്ന നോവല് വലിയ സ്വാധീനമൊന്നുമുള്ള നോവലല്ല, അതിന് വലിയ മഹത്വമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. നോക്കൂ, ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ റിബല്യൻ എന്ന് പറയുന്ന ആദ്യത്തെ റിബല്യൻ എന്ന് പറയുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ
ആണെങ്കിലും അതിനു മുമ്പ് 1770-കളിൽ തന്നെ സന്യാസികളുടെ ലഹള ഈ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ സന്യാസി ലഹളയെ കുറിച്ചിട്ട് ആനന്ദമഠം മാത്രമല്ല പറയുന്നത്, ഒരുപാട് ലിറ്ററേച്ചർ, എണ്ണമറ്റ ലിറ്ററേച്ചറുകൾ സന്യാസി റിബല്യനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് ഇതിനോടെല്ലാത്തിനോട് പുച്ഛമാണ്. ഈ രാജ്യം ഏതൊക്കെ പ്രതീകങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ടോ ആ പ്രതീകങ്ങളോടൊക്കെയും തന്നെ അവർക്ക് ഇന്ന് പുച്ഛമാണ്, ആ പ്രതീകങ്ങളോടൊക്കെയും തന്നെ അവർക്ക് ഇന്ന് പരിഹാസമാണ്. അത് അവിടെ നിന്നോട്ടെ, അത് നമ്മൾ അതിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അവരുടെ DNA അത് അങ്ങനെയാണ് കിടക്കുന്നത്. അതിനെ നമുക്കിനി പരിഹരിക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യുവാനോ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല. പക്ഷേ അങ്ങോട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ആനന്ദമഠം എഴുതപ്പെടുന്നത് 1882-ലാണ്. പക്ഷെ വന്ദേ മാതരത്തിന് അതിനു മുമ്പുള്ള ചരിത്രമുണ്ട്. നവംബർ 7, 1875-ലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം ആദ്യമായിട്ട് എഴുതുന്നത്. ആ വന്ദേ മാതരത്തിനെ പിന്നീട് ആനന്ദമഠത്തിൽ എന്ന് പറയുന്ന നോവലിലേക്ക് ഉൾക്കൊള്ളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആനന്ദമഠത്തിലേക്ക് മാത്രമായിട്ട് വന്ദേ മാതരത്തിനെ ചുരുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ട. വന്ദേ മാതരത്തിന് എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ 1896-ല് രവീന്ദ്രനാഥ ടാഗോർ ആദ്യമായിട്ട് വന്ദേ മാതരത്തിനെ കോൺഗ്രസിന്റെ വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 1905-ല് ബ്രിട്ടീഷുകാർ ഇന്ത്യ രണ്ടായിട്ട് വിഭജിക്കുവാൻ നോക്കുന്ന ആ സമയം മുതൽ വന്ദേ മാതരം എന്ന് പറയുന്നത് ഒരു വാർക്രൈ ആണ്. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വന്ദേ മാതരം എന്ന് പറയുന്നത് ഒരു വാർക്രൈ തന്നെയാണ്. വന്ദേ മാതരം പാടിയതിൻ്റെ പേരിൽ മാത്രം 5 രൂപ ഫൈൻ, അന്നത്തെ 5 രൂപ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ തുകയാണ്, 5 രൂപ ഫൈൻ അടിച്ചു കൊടുത്തിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് വന്ദേ മാതരം കണ്ടാൽ ഹാലിളകുന്ന ബ്രിട്ടീഷുകാരും ഉണ്ടായിരുന്നു അന്ന്. അതേപോലെ തന്നെ വന്ദേ മാതരം കണ്ടാൽ ഹാലിളകുന്ന മറ്റൊരു കൂട്ടരും ഉണ്ടായിരുന്നു. ആ കൂട്ടരെന്ന് പറയുന്നത് മുസ്ലിം ലീഗുകാരായിരുന്നു. ആ മുസ്ലിം ലീഗിന്റെ പ്രേതം കൂടി ഒരു മുസ്ലിം ലീഗ് ഇന്നും നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ ഇന്ന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നോക്കൂ, അങ്ങ് ഇവിടെ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ സാക്കിർ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? മാതൃഭൂമിയെ ദേവതയായി കണ്ട് ആദരിക്കുന്നു, അത് പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. നോക്കൂ, ആർക്കാണ് ഇതിനുകൊണ്ട് പ്രശ്നമുണ്ടാകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മാതൃഭൂമിയെ ദേവതയായി കണ്ട് നോക്കൂ, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? നമ്മൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണ്ടേ. നമ്മുടെ രാജ്യം ഇപ്പം നമ്മുടെ കേരളം തന്നെ എടുത്തോളൂ. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, പിന്നെ അപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ മദിരാശി, മൈസൂർ, വിജയനഗരം, ഇങ്ങനെ എണ്ണം പറഞ്ഞ 300-ലധികം പ്രിൻസ്ലി സ്റ്റേറ്റുകളായിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അന്നത്തെ കൊളോണിയൽ ഫോഴ്സ് ബ്രിട്ടീഷുകാരാണ്. അതിന് മുമ്പ് മറ്റ് പല കൊളോണിയൽ ഫോഴ്സസും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കൊളോണിയൽ ഫോഴ്സസിനെതിരായിട്ട് ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളെ മുഴുവൻ ഒരുമിപ്പിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രം ഒന്നാണെന്നും ഈ രാഷ്ട്രത്തിന്റെ മക്കളായിട്ടുള്ള നമ്മൾ തമിഴനും തെലുങ്കനും മറാഠിയും കന്നഡക്കാരനും ഗുജറാത്തിയും എല്ലാവരും ബീഹാറിയും എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു പൊതുവികാരം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യണമായിരുന്നു. അങ്ങനൊരു പൊതുവികാരം സൃഷ്ടിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ രാഷ്ട്രത്തിനെ അമ്മയായിട്ടും ഈ രാഷ്ട്രത്തിന്റെ മക്കളായ നമ്മളെല്ലാവരും ആ അമ്മയുടെ മക്കളാണെന്നും കണ്ട് ആരാധിക്കുന്ന, അല്ലെങ്കിൽ ആ തരത്തിലുള്ളൊരു വൈകാരികത പൊതുജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിലെ ഓരോരുത്തരുടെ ഉള്ളിലും സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് അനിവാര്യതയായിരുന്നു. അങ്ങനെ അനിവാര്യമായ ആ സാഹചര്യത്തിൽ ആ ഒരു പ്രതീതി അല്ലെങ്കിൽ ആ ഒരു നറേറ്റീവ് കൃത്യമായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഗതികൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ആ സംഗതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒന്നാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ ഭാരതത്തിനെ ദേവിയായി കണ്ട് ആരാധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇമോഷൻ എന്ന് പറയുന്നത് ഭാരതത്തിനെ ദേവിയായി കണ്ട് ആരാധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, സാമാന്യ ജനങ്ങളെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുക കൂടിയാണ്. എങ്ങനെ പ്രചോദിപ്പിക്കുന്നു? ഈ രാഷ്ട്രം എന്ന് പറയുന്നത് സാക്ഷാൽ ദുർഗയാണ്. ആ ദുർഗ എന്ന് പറയുന്നത് 1000 കൈകൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് കൈകളിൽ ആയുധങ്ങളും ഏന്തി നിൽക്കുകയാണ്. ഏതാണ് ഈ കോടിക്കണക്കിന് കൈകൾ? നമുക്കറിയാവുന്ന ദുർഗാദേവിക്ക് കോടിക്കണക്കിന് കൈയൊന്നുമില്ല. ആ കോടിക്കണക്കിന് കൈകളെന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ വ്യക്തിയുമാണ്, ഈ രാഷ്ട്രത്തിന്റെ ഓരോ പൗരനെയുമാണ് എന്തെന്ന് പറഞ്ഞത്, ഈ കോടിക്കണക്കിന് കൈകളെന്ന് പറയുന്നത്. ആ കോടിക്കണക്കിന് കൈകൾ ഉള്ളപ്പോൾ ഹേ മാതേ നീ എങ്ങനെ അബലയാകും, നീ ബലശാലിയാണ് എന്നാണ് വന്ദേ മാതരം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് പ്രശ്നം ഉണ്ടാകുന്നത് ആർക്കാണ്? ഈ വരികളിൽ പ്രശ്നം ഉണ്ടാകുന്ന ആർക്കാണ്? ഈ വരികളിൽ പ്രശ്നം ഉണ്ടായതാണ് ബ്രിട്ടീഷുകാർ. കാരണം അവർക്ക് മനസ്സിലായി. കാരണം എന്താണ്? ഇത് ഈ രീതിയിൽ ഈ ഇമോഷൻ താഴേക്ക് പോയി കഴിയുമ്പോൾ അമ്മയായിട്ടുള്ള ഭാരതത്തിന് വേണ്ടിയിട്ട്, ദുർഗയായിട്ടുള്ള ഭാരതത്തിന് വേണ്ടിയിട്ട്, ആ ദുർഗയുടെ കോടിക്കണക്കിന് കൈകളിലെ ആയുധങ്ങളായിട്ട് മാറാൻ വേണ്ടിയിട്ട്, തീപ്പന്തങ്ങളായിട്ട് മാറാൻ
വേണ്ടിയിട്ട് ഓരോ ഭാരതീയനും തയ്യാറാകും എന്ന് പറയുന്ന ആ ഇമോഷൻ വർക്കൗട്ട് ആകുമെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവർ വന്ദേ മാതരത്തിന് 5 രൂപ ഫൈൻ അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എവിടെയാണ് നിങ്ങളുടെ അജണ്ടയിലേക്ക് വീണത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ അജണ്ടയിലേക്ക് വീണത്? കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ദുരാഷ്ട്രവാദം ഉന്നയിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് താമസിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഈ രാജ്യത്തിന് ദേവതയായിട്ടൊക്കെ ആരാധിക്കുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഗാന്ധിജി ആയിരുന്നാലും ശരി, നെഹ്റു ആയിരുന്നാലും ശരി, പട്ടേൽ ആയിരുന്നാലും ശരി തന്നെയാണ് മുഴുവൻ ആൾക്കാരും എന്താണ് ഒരു വിഭജനത്തിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ ആ വിഭജനത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ശരി, നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ഞങ്ങൾ കുറേയൊക്കെ അനുസരിക്കാൻ തയ്യാറാണ് എന്നുള്ള തലത്തിലേക്ക് അവർ താഴേക്ക് ഇറങ്ങി വരാൻ ശ്രമിച്ചു. അങ്ങനെ ഇറങ്ങി വരാൻ ശ്രമിച്ചിട്ട് എന്ത് സംഭവിച്ചു? ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് 95% മുസ്ലിം സമുദായത്തിലെ ആൾക്കാരും അന്ന് എന്ത് ചെയ്തു? പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു രാജ്യം വേണം എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തു. അവർ രാജ്യവും മേടിച്ചിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ ഉള്ളവരെ ഇത് ബാക്കി പാടാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എനിക്ക് മനസ്സിലായി. ഇതാണോ മതേതരത്വം? ശ്രീ സി കെ ഷാക്കിർ, ഇവിടെ ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളം ഒഴികെ മറ്റെല്ലായിടത്തും വന്ദേമാതരം പൂർണ്ണമായിട്ട് ഇന്ന് ആലപിക്കുകയുണ്ടായി. പക്ഷേ ലീഗിന്റെ തടവറയിലാണ് കേരളത്തിൽ കോൺഗ്രസ്. അത് രാഷ്ട്രീയമായ ഒരു ആരോപണമായിട്ട് BJP ഉന്നയിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ശ്രീ യുവരാജ് പറഞ്ഞതും. നിങ്ങൾ മറുപടി പറയേണ്ടത് അതിനാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.